ഇന്ന് യൂറോപ്പിലേക്ക് വിസ സക്സസ് ആയ കുറച്ച് ക്ലയൻസിനെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നു, അവരെ അഭിനന്ദിക്കുന്നു. അതിനു മുമ്പ് യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലും കയറി വന്ന് കമന്റ് അടിക്കുന്നവന്മാരോടും പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ഒരു സിമ്പിളായ പ്രോസസ് അല്ല. ഇത്രയും ആളുകൾ അവരുടെ എഫേർട്ട് എടുത്ത് അവരുടെ പണം ചെലവാക്കി ഞങ്ങളുടെ ഈ പ്രോസസ്സും വളരെ ഭംഗിയായി യൂറോപ്പിലേക്കുള്ള HR ഈ പറയുന്ന വിസ പ്രോസസിംഗ് വിത്ത് ലൈസൻസ് തുടരുക തന്നെ ചെയ്യും. നമസ്കാരം, ആംഷ HR പ്ലേസ്മെന്റ് ഒരു സ്പെഷ്യൽ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് യൂറോപ്പിലേക്ക് വിസ സക്സസ് ആയ കുറച്ച് ക്ലയൻസിനെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നു, അവരെ അഭിനന്ദിക്കുന്നു. അതിനു മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻസ് നടക്കുന്നത് ഡ്രഗ്സിനെ പറ്റിയാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ ക്യാമ്പയിൻ നടക്കട്ടെ. ഞങ്ങളുടെ വീഡിയോയിലേക്ക് കുറച്ച് കാലത്തേക്ക് അത് ഉണ്ടാവും. ലഹരിക്കെതിരെ, അതായത് സിന്തറ്റിക് ലഹരിക്കെതിരെ ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിട്ടുള്ള എല്ലാ ലഹരി ഉൽപ്പന്നങ്ങൾക്കുമെതിരെ നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ പറയുന്നു. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന എൻ്റെ വീഡിയോ കൂടുതൽ കാണുന്ന യുവാക്കളാണ്. നിങ്ങൾക്ക് കൂടെ ഒരു അവബോധനം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ലഹരിക്കെതിരെ ആംസ്റ്റർഡാമിന്റെ ഒരു ക്യാമ്പയിൻ. അതുപോലെ തന്നെ വിദേശ റിക്രൂട്ട്മെന്റ് മേഖലയിൽ ലൈസൻസ് ഇല്ലാതെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് വാട്സാപ്പിലൂടെ ഏതെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയും അത് മറ്റുള്ളവർ എത്തിക്കുകയും ആ ഗ്രൂപ്പ് കൂടി ഈ പറയുന്ന വിദേശ റിക്രൂട്ട്മെന്റിന്റെ പേരിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ നടപടികൾ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത അഡ്മിൻ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിലെ അംഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ കേരള സർക്കാരിന്റെയോ നിയമ നടപടികൾക്ക് നിങ്ങൾ വിധേയരാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിദേശകാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇല്ലീഗലായി നിങ്ങൾ മെമ്പർ ആവുകയും അതിലൂടെ ഈ പറയുന്ന അതായത് ക്ലിയർ ആവാത്ത ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വായി വരുന്നതൊക്കെ പറഞ്ഞ് നടക്കുന്ന എന്തെങ്കിലും ഒരു ചാനൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ നിയമ നടപടികൾക്ക് സാധ്യതയുണ്ട്. ഒരുങ്ങിയിരിക്കുക. നിങ്ങളുടെ കൂടെ സൈബർ പോലീസ് ഉണ്ടാവും. അപ്പം സൂക്ഷിക്കുക, നമ്മുടെ ക്ലയൻസ് അതിലൊന്നും ഇടപെടാതിരിക്കുക. അപ്പോൾ എനിക്കിന്നിവിടെ പറയാനുള്ളത്, യൂറോപ്പിലേക്ക് ആംഷ HR പ്ലേസ്മെന്റ് വിസ പ്രോസസിംഗ് സക്സസ് തുടരുകയാണ്. അപ്പം അതിന് ഈ റീസെന്റ് ആയി ഡേറ്റ് ഞാൻ ഇവിടെ കാണിക്കാം. വിസ സക്സസ് ആയി യൂറോപ്പിലേക്ക് പോകുന്ന നമ്മുടെ കുറച്ച് ക്ലയൻസിനെ ഞാൻ ഇവിടെ അഭിനന്ദിക്കുകയാണ്. ഫസ്റ്റ്, മിസ്റ്റർ ആദിത്യൻ, കൺഗ്രാറ്റുലേഷൻ. യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി ആംസ്റ്ററിൽ വന്ന് അതിൻ്റെതായ പ്രോസസ്സിലൂടെ കടന്നുപോയി എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമായി നൽകി പ്രോസസ്സ് ചെയ്ത് അതിൽ സക്സസ് ആയി വർക്ക് പെർമിറ്റ് ലഭിച്ച് പിന്നീട് അതിൻ്റെ പ്രോസസ്സിൽ വിസ അപ്രൂവലായി നിൽക്കുന്ന മിസ്റ്റർ ആദിത്യന് എല്ലാവിധ ആശംസകളും. സന്തോഷത്തോടെ യൂറോപ്പിൽ പോവുക. ഈ ഒരു യൂറോപ്യൻ ട്രിപ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഒരു വലിയ ബാച്ചാണ് പോകുന്നത്. ആ കമ്പനിയിലേക്ക് എനിക്ക് ധാരാളം പേര് പോകാനുണ്ട്. നിങ്ങളുടെ ഒപ്പം ഞാനും വരുന്നുണ്ട്. നിങ്ങളെ ആ കമ്പനിയിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങളൊരു സേഫായി ലാൻഡ് ചെയ്തിട്ടേ ഞാൻ വരുന്നുള്ളൂ. യൂറോപ്പിൽ ആദ്യമായിട്ട് പോകുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ നേരെ വർക്ക് ചെയ്തിട്ടുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് ഈ പുതിയ കമ്പനിയിൽ പുതിയ ജോലി സാഹചര്യം, പുതിയ രീതികൾ, പുതിയ നിയമങ്ങൾ, പുതിയ കാലാവസ്ഥ, പുതിയ ആഹാര രീതികൾ ഒക്കെ പരിചയപ്പെടുത്താൻ ഒരു ടീം ലീഡർ എന്ന നിലയിൽ ആംഷ എന്ന് ഞാനും വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുകയാണ്. ഇനി അടുത്തത് മിസ്റ്റർ ഡൊമിനിക്, കൺഗ്രാറ്റുലേഷൻസ്. യൂറോപ്പിലേക്കുള്ള പ്രോസസ്സ് നമുക്കറിയാം ഇച്ചിരി കഠിനമായ പ്രോസസ്സ് ആയിരുന്നു. സാധാരണ ഗൾഫിലൊക്കെ പോകുന്ന പോലെ ഏതെങ്കിലും രീതിയിലാവില്ല ഈ പ്രോസസ്സ്. കുറച്ചധികം സമയമെടുത്തു, അല്ലെങ്കിൽ അതിലൂടെ കടന്നുപോയി. മിസ്റ്റർ രഞ്ജിത്ത്, കൺഗ്രാറ്റുലേഷൻസ്. യൂറോപ്പിലേക്കുള്ള വിസ അപ്രൂവൽ ആയിരിക്കുകയാണ്. അറിയാം, കുറച്ച് ദിവസങ്ങളായി കാത്തിരിക്കുന്നു. അതിനൊരു വിജയം എത്തിയിരിക്കുന്നു. മിസ്റ്റർ ക്രിസ്റ്റി, കൺഗ്രാറ്റുലേഷൻസ്. യൂറോപ്പിന്റെ വിസ സക്സസ് ആയിട്ടുണ്ട്. അടുത്ത പ്രോസസ്സ് ഒരു വലിയ പ്രോസസ്സാണ് ഇനി ഉള്ളത്. നമ്മൾ കൂടെയുണ്ട്. അപ്പോൾ തുടക്കം മുതൽ അതിൻ്റെ പ്രോസസ്സിൻ്റെ എല്ലാ സ്റ്റേജസും നിങ്ങൾ കണ്ടുവരികയാണ്. അടുത്തത് നിങ്ങളുടെ ബാക്കിയുള്ള പ്രോസസ്സിൽ നമ്മൾ ഉണ്ടാവും. മിസ്റ്റർ അനിൽ കുമാർ, കൺഗ്രാറ്റുലേഷൻസ്. യൂറോപ്പിലേക്കുള്ള പ്രോസസ്സിൽ സക്സസ് ആയി വിസ അപ്രൂവൽ ലഭിച്ചിരിക്കുന്നു. മിസ്റ്റർ ഉണ്ണി, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് ഈ പറയുന്ന യൂറോപ്യൻ വിസ സക്സസ് ആയി ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നു. യൂറോപ്പിലേക്ക് ഉടനെ തന്നെ പോവാം. മിസ്റ്റർ റൊസാരിയോ, കൺഗ്രാറ്റുലേഷൻ മൈ ഡിയർ. അപ്പം യൂറോപ്പിന്റെ പ്രോസസ്സിലേക്കാണെന്നറിയാം. ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് കാണാം. മിസ്റ്റർ അജയൻ, കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ അജയൻ. എല്ലാവിധ ആശംസകളും. യൂറോപ്പിന്റെ ഈ ഒരു പ്രോസസ്സിൽ ആംസ്റ്റർഡാമിന്റെ ഒപ്പം ഇന്ന് ആംസ്റ്റർഡാമിനെ ട്രസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഡോക്യുമെന്റേഷൻ ടീം തന്ന എല്ലാ ടാസ്കുകളും ഭംഗിയായി ഒരു പരിഭവമില്ലാതെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു. ഈ ചില ആളുകളുണ്ട്, ഞാൻ ഈ വൈൻഡപ്പിൽ പറയാം. മിസ്റ്റർ വിഷ്ണു, കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവിധ ആശംസകളും. മിസ്റ്റർ അമൽ,
കൺഗ്രാറ്റുലേഷൻസ്, എല്ലാവിധ ആശംസകളും. അങ്ങനെ യൂറോപ്പിലേക്കുള്ള ഈ പ്രോസസ്സ് വളരെ ടാസ്ക് ഉള്ളതാണെന്ന് നമുക്കറിയാം. പലരും വിചാരിക്കുന്നത് ഏതെങ്കിലും ലൈസൻസ്ഡ് ആയിട്ടുള്ള, ഞങ്ങളെപ്പോലുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസിയിൽ കൊണ്ട് പാസ്പോർട്ടിന്റെ കോപ്പിയും ഒരു CV കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പം നടക്കുമെന്നാണ്. അങ്ങനെയല്ല. ഞങ്ങളാരും മജീഷ്യൻസ് അല്ല. ഒരു ഏജൻസിയും ഒരു റിക്രൂട്ടറും മജീഷ്യൻസ് അല്ല. ഇപ്പോൾ യൂറോപ്പ് എല്ലാ രാജ്യങ്ങളും നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റുന്ന നിയമങ്ങൾക്കനുസരിച്ച് ഞങ്ങളും വിധേയമായി നിങ്ങൾ നൽകിയിരിക്കുന്ന ഫീസും ഡോക്യുമെന്റും ഉപയോഗിച്ച് തന്നെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് വെറുതെ ചെയ്യുന്നതല്ല. അപ്പോ യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലും കയറി വന്ന് കമന്റ് അടിക്കുന്നവന്മാരോടും പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ഒരു സിമ്പിളായ പ്രോസസ്സ് അല്ല. ഇത്രയും ആളുകൾ അവരുടെ എഫേർട്ട് എടുത്ത് അവരുടെ പണം ചെലവാക്കി അവരുടെ സമയം ചെലവാക്കി അവർ മറ്റുള്ളവരെ പോലെ തന്നെ സാധാരണ മലയാളികൾ തന്നെയാണ്, എക്സ്ട്രാ ഓർഡിനറി ആളുകളൊന്നും അല്ല. അപ്പം നിന്നെ പോലുള്ള ആളുകളെ കൂടെയാണ് ഈ പേർത്ത് പറയുന്നത്. ഇത് ഒരു പ്രോസസ്സാണ്. അതിന് ചിലർക്ക് ഡിലേ ഉണ്ടാവാം, ചിലർ വളരെ ഫാസ്റ്റായി സക്സസ് ആവും. അതിനൊക്കെ ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾ ഏതൊരു ഏജൻസി പോയാലും അവർ ചാരിറ്റി ട്രസ്റ്റ് അല്ല, അവരെ ഫീസ് അടയ്ക്കണം. അത് ഗവൺമെന്റുമായിട്ട് ലൈബിലിറ്റി ഉണ്ട്, അവിടെ ടാക്സ് അടയ്ക്കണം. ഈ ടാക്സ് ഒന്നും ഈ പറയുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ പ്രോസസ്സിനും ഓരോ സർവീസിനും ഞങ്ങൾ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് എല്ലാ ഏജൻസികളും നിലനിൽക്കുന്നത്, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ എല്ലാവർക്കും ഇനിയുണ്ട്. ബാക്ക് ടു ബാക്ക് ഞങ്ങളുടെ ഒരു തുടക്കമാണ്. തുടക്കം സിനിമ നല്ല രീതിയിൽ പോകുന്ന പോലെ തന്നെ തുടരും സിനിമ നല്ല രീതിയിൽ പോകുന്ന പോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രോസസ്സും വളരെ ഭംഗിയായി യൂറോപ്പിലേക്കുള്ള HR പ്രോസസ്സിംഗ്, HR ഈ പറയുന്ന വിസ പ്രോസസ്സിംഗ് വിത്ത് ലൈസൻസ് തുടരുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ വിസ സക്സസ് ആയവർക്ക്, ഇനി വിസ റിജക്റ്റ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങളൊപ്പം ഉണ്ട്. ഞങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ വിസ റിജക്റ്റ് ആക്കാനോ അത് ഡിലേ ആക്കാനോ അല്ലെങ്കിൽ അത് പോകാതിരിക്കാനോ ശ്രമിക്കില്ല. കാരണം ഇതേപോലെ സക്സസ് ഞങ്ങൾക്ക് കാണണം. നിങ്ങളെ പോലുള്ള ആളുകളെ കൊണ്ടവിടെ വിടണം. എന്റെ ജോലിയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്യുന്നതാണിത്. അല്ല കഴിഞ്ഞ ദിവസം രാവിലെ അല്ലെ കഴിഞ്ഞ വർഷം രാവിലെ ഞാൻ എന്നാ പിന്നെ ഒരു ചെയർ കയറി ഇരുന്നിട്ട് വിസ വരുമെന്നല്ല. ഇതിനു വേണ്ടി അധ്വാനമുണ്ട്, റിസർച്ച് ഉണ്ട്, പണം മുടക്കിയിട്ടുണ്ട്. 100 കണക്കിന് സ്റ്റാഫുകളെ 100 കണക്കിന് പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്ത് ജോലി ചെയ്തിട്ടാണ് ഇത് സക്സസ് ഉണ്ടാക്കിയെടുക്കുന്നത്. യൂറോപ്പിലും ഞങ്ങൾ നല്ല രീതിയിൽ റിക്രൂട്ടേഴ്സിനെയും ലോയേഴ്സിനെയും അപ്പോയിന്റ് ചെയ്തിട്ടാണ് ഈ സക്സസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സ്പെൻസീവ് പ്രോസസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത്. ഞാൻ കുറച്ചുകൂടി ഇമോഷണലായി. കാരണം ചില ഡിലേ വരുമ്പോൾ ചില ആളുകൾ ഈ ഏജൻസിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡ് തന്നെയാണ്. അപ്പം ഈ ചില കോമ്പറ്റീഷന് ഞങ്ങൾക്ക് കപ്പുകളൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഞങ്ങളും കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഞങ്ങളോട് ട്രസ്റ്റ് ചെയ്ത് പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ. ഇനിയുള്ള പ്രോസസ് ബാക്ക് ടു ബാക്ക് വിസകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.